ഹലോ ഗൈസ്, അങ്ങനെ ഹൃദയപൂർവ്വം സത്യനന്തിക്കാട് ലാലേട്ടൻ കോംബോ, കാത്തിരുന്ന കോംബോ സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എന്ന പ്രേക്ഷകന് അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. കുറേ അധികം സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മറ്റേ സ്ഫടികത്തിൽ പറയണ പോലെ ഈ ഒരു സത്യനന്തിക്കാടിൻ്റെ നെക്ലേസ് മുക്കിക്കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ടൈറ്റിൽ കാർഡ് തൊട്ട്, ടൈറ്റിൽ കാർഡ് ഇപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ, ടൈറ്റിൽ കാർഡ് കാണാൻ തന്നെ നല്ല രസമുണ്ട്. സിനിമയുടെ കഥ, അത് ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കഥ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ കയ്യിൽ നിന്ന് പോവാവുന്ന ഒരു കഥയുടെ ഒരു ട്രാക്കും കൂടിയാണ്. അത് വളരെ രസമായിട്ട് സത്യനന്തിക്കാട് എടുത്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു 2025 പല ടൈപ്പ് ലാലേട്ടനെ കണ്ടു. എമ്പുരാൻ ലാലേട്ടനെ കണ്ടു, ഖുറേഷി ലാലേട്ടനെ കണ്ടു, തുടരും സിനിമയിൽ ലാലേട്ടനെ കണ്ടു. ഈ സത്യനന്തിക്കാട് മൂവിയിൽ നമ്മൾ എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ അതിലത്തെ ഒരു നായകൻ ഉണ്ടാവുക, സെയിം അത്രയേ ഉള്ളൂ. നോർമൽ നമ്മളെ പോലെയുള്ളൊരു മനുഷ്യൻ, അതേപോലെ നോർമൽ ലാലേട്ടൻ, താടിയൊക്കെ കളഞ്ഞിട്ടുള്ള ലാലേട്ടൻ. ആരാ പറഞ്ഞ താടി ലാലേട്ടന് ചേരിൽ താടി കളയാൻ പറ്റില്ല എന്ന്? പോയി കളവേ. അപ്പോൾ താടി എടുത്ത് വളരെ നോർമലായ ഒരു സത്യനന്തിക്കാട് മൂവിയിലെ നായകൻ. അടുത്ത കാര്യം പറയാനുള്ളത്, ഇതിൽ നമുക്കറിയാം സത്യനന്തിക്കാട് മൂവിയിൽ ഉണ്ടാവേണ്ട കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും ഇപ്പം ഇല്ല. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ ഇൻ്റർവ്യൂവിൽ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, ആൾ പഴയ സിനിമ കാണാനില്ല. കാരണം പഴയ സിനിമയിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട് ആളുടെ കൂടെ. ചന്ദ്രലേഖയിൽ ഒരു സീൻ ആൾ ഓർക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്ന സുകുമാരി അമ്മ, ഈ പറയുന്ന പോലെ ഇന്നസെൻ്റ്, കൊച്ചിൻ ഹനീഫ, ഈ ഒരു ടീമേ അതിലില്ല. അപ്പോൾ ആളുടെ മൂവിയിലുണ്ടാവേണ്ട ആൾക്കാരായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ടല്ലോ, അവർ ഇല്ല. നെക്സ്റ്റ്, ഇതിലെ സ്റ്റോറി വളരെ എന്താ പറയുക, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബബിൾ പോലെ പൊട്ടിപ്പോണ്ട ഒരു സാധനമാണ്. പക്ഷേ നല്ല ഭംഗിയായിട്ട് അത് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹൃദയം, ഒരാളുടെ ഹൃദയം ഒരാളിലേക്ക് വെക്കുന്നു. ആ ഹൃദയം കൊടുത്ത വീട്ടുകാരെ ഇവർക്ക്, അതായത് നായകന് വീണ്ടും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ഏരിയ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവർക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പിന്നീട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് രസമായിട്ട്, ഇപ്പോൾ നമ്മൾ ആയുഷ്കാലം സിനിമ കണ്ട പോലെ ഒരു ആത്മാവിൻ്റെ സെറ്റപ്പല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് വെച്ചോട് കൂടി ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മറ്റേ എന്താ അവൻ്റെ പേര്, സംഗീത് പ്രതാപ്, ഈ എൻ്റെ മോനെ നീ വേറെ ലെവലാണ് അളിയ. കാരണം ലാലേട്ടനെ പോലെയുള്ള ഒരാളുടെ കൂടെ, അതായത് സീനിയർ ആക്ടറുടെ കൂടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ സ്പേസ് കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. ഇവർ രണ്ടുപേരുടെ, ലാലേട്ടൻ്റെയും നമ്മുടെ സംഗീതിൻ്റെയും കോംബോ തിയേറ്ററിൽ ഓളാക്കിയിട്ടുണ്ട്. കറക്റ്റ് എന്നെ ചിരിയാണ് പോയി, ഒരു രക്ഷയില്ലാത്ത ചിരിച്ചിരിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ ചിരിച്ച് ഒരു ഇതായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ സംഗീതം ഒരു രക്ഷയില്ലടാ. സംഗീതം നിന്നെ നേരിട്ട് കണ്ട് ഉമ്മ വയ്ക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ കിട്ടാതെ കറക്റ്റ് നീ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞ ഇതാണ് സൂപ്പർ, രക്ഷയില്ല. നമ്മൾ തുടരുമെന്ന സിനിമയിൽ ഇവരുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടെങ്കിലും ഈ സിനിമ ഓവറോൾ ഇവർ രണ്ടുപേരുള്ള കോമ്പിനേഷനാണ്. സോ അത് നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് ഇൻ തിയേറ്റർ ഓൾസോ. പിന്നെ കുഞ്ഞു പാട്ടുകളും ആ സീക്വൻസ്, ആ കഥ പോകുമ്പോൾ കഥ നിങ്ങൾ ഒരിക്കലും ഒരു സ്പീഡി കഥയായിട്ട് ചിന്തിക്കരുത്. കാരണം സത്യനന്തിക്കാട് മൂവിക്കൊരു പേസ് ഉണ്ട്, ഈ എസ്പെഷ്യലി ഈ കഥയ്ക്കൊരു പേസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി ഫീൽ ഗുഡ് മൂവി ഉറപ്പിക്കാം. നിങ്ങൾക്ക് ഓണം സീസണാണ്, ഓണത്തിന് വിത്ത് പിള്ളേരായിട്ട് പോവാം, മുതിർന്നവരായിട്ട് പോവാം. എനിക്ക് തോന്നുന്നത് അതിൽ ആ ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെങ്ങാനും ഇനി നമ്മൾ വിചാരിച്ച ഒരു സാധനത്തേക്ക് പോകുമ്പോൾ വയ്ക്കുമ്പോൾ അത് ഭംഗിയായിട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് സസ്പെൻസ് ഒന്നുമല്ല, പക്ഷെ ആ കഥ എത്ര മനോഹരമായിട്ട് സിനിമ അവസാനിപ്പിക്കാൻ പറ്റുമോ അത്ര മനോഹരമായിട്ട് സിനിമ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കുമിള ബബിൾ പോലെയാണ്. ഒന്ന് ട്വിസ്റ്റ് നിന്ന് ചെറിയൊരു സംഭവം മതി അത് പൊട്ടിപ്പോവാനും പിന്നെ എയറിലാവാനും. ബട്ട് ഇത് റിയലി നൈസായിട്ട് അവസാനിപ്പിച്ചു. തുടക്കവും അതിൻ്റെ ആ ഒരു കഥ പോകുന്ന പോക്കും അവസാനം ഇറ്റ്സ് സൂപ്പർ. എനിക്ക് എന്നിൽ നിന്ന് പ്രേക്ഷകന് സത്യനന്തിക്കാട് മൂവിയിൽ നിന്ന് എന്ത് കിട്ടുന്നോ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. റിയലി ഹാപ്പി.
ലേറ്റായി കണ്ടാലും ഇന്നലെ മഴയായിരുന്നു. ആ മഴയത്ത് ബ്ലോക്കിലും പെട്ട് സിനിമ കണ്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഐ എം ഹാപ്പി വിത്ത് താങ്ക് യു സത്യ, നന്ദികാട്, ലാലേട്ടൻ. ഇനിയും ഇങ്ങനത്തെ സിനിമകളായിട്ട് വരണം. സോ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. എനിക്കറിയാം ഓണത്തിന് ഒരുപാട് പടം ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം കാണണമെന്നുണ്ട്. എനിവേ ഫസ്റ്റ് പടം എന്തായാലും നിരാശപ്പെടുത്തിയില്ല. ഹൃദയപൂർവ്വം പേര് പോലെ തന്നെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും